ഹലോ, ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ ഇറങ്ങി പുറപ്പെട്ട സോളോ ട്രിപ്പിൻ്റെ 5th എപ്പിസോഡാണിത്. അതായത് നാഗാലാൻഡ് വന്ന 3ാമത്തെ ദിവസം 3rd of December ആണ്. ഇത് ബാരിയൽ ക്യാമ്പ് സൈറ്റ്. ഇവിടെയായിരുന്നു ഇന്നലെ രാത്രി വന്ന് താമസിച്ചത്. ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെ ഇവർക്കൊരു ഫുഡ് സ്റ്റോൾ ഉണ്ട്. അവിടെ വെച്ചുള്ള പരിചയം കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സൈറ്റിലേക്ക് വന്നത്. ഈ ടെൻറ്റിലാണ് ഞാനും മേധ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഞങ്ങൾക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടെൻറ്റ് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ രാവിലെ ഒരു 8:45 ആയി എണീറ്റ് നല്ല വെയിൽ കൊണ്ടിരിക്കുക. ഞാനിവിടെ നല്ല തണുപ്പത്ത് കിടന്നുകൊണ്ട് രാവിലെ ഈ വെയിൽ കൊള്ളുമ്പോൾ നല്ല സുഖമാണ്. ഇവിടെ നോർമലി രാവിലെ മാത്രം ഒത്തിരി ചൂട് കിട്ടാറുള്ളൂ. അപ്പോഴും നമ്മൾ വിയർക്കൊന്നുമില്ല. ബിക്കോസ് അതിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിലൊരു തണുപ്പുണ്ടാവും. മൊത്തത്തിലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റാണ് രാവിലെ. ഈ ടെൻറ്റുകളെല്ലാം പിച്ച് ചെയ്തേക്കുന്ന ഗ്രൗണ്ടിൻ്റെ അറ്റത്ത് ഇതുപോലൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് അവിടുത്തെ സിറ്റി വ്യൂ ആണ് കാണുന്നത്. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ അവിടുത്തെ ഒരു ഗിറ്റാറിസ്റ്റിനെ കാണുന്നത്. ഇന്നലെ ആക്ച്വലി ഞങ്ങൾ നൈറ്റ് കയറി വന്നപ്പോൾ ഈ മൂപ്പര് ക്യാമ്പ് ഫയറിൽ നടുക്ക് നിന്ന് ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒത്തിരി ട്രാവലേഴ്സും ഉണ്ടായിരുന്നു ചുറ്റും. പക്ഷെ ഞങ്ങളെല്ലാവരും ടയേർഡായതുകൊണ്ട് നേരെ പോയി കിടന്ന് ഉറങ്ങിയല്ലോ. പിന്നെ രാവിലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആളെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ പേര് ആവി എന്നാണ്. ആവിന്നാണോ അവീന്നാണോ പറയണതെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിയുടെ പേരതാണ്. ഞങ്ങളപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യാവോ എന്ന് ജസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ ആളെ ഗിറ്റാറൊക്കെ എടുത്ത് വന്ന് പ്ലേ ചെയ്തു. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. മിക്ക ആൾക്കാരുടെ അടുത്തും നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണെങ്കിലും അവരെന്തെങ്കിലും തട്ടിക്കൂട്ട് കാണിക്കും. ഈ പുള്ളി നല്ല രസമായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു, ഗിറ്റാർ വായിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളുടെ ആ മോർണിംഗ് ടൈം പുള്ളി ഭയങ്കര റിഫ്രഷിങ് ആക്കി തന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് ഞങ്ങൾ എല്ലാവരും പോയി ഫ്രഷായി വന്നു. നാഗാലാൻഡ് വന്ന ഈ 3ാമത്തെ ദിവസമാണ് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും ഒന്ന് കുളിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ പറ്റിയൊരു നല്ല ബാത്റൂമോ ഹോട്ട് വാട്ടറോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സൗകര്യമുള്ളൊരു ബാത്റൂം കിട്ടിയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ബാസന്തി ലുക്ക് മാറി നല്ല മനുഷ്യക്കോലമായി ഒരുങ്ങി വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ വെച്ച് പിടിച്ചു ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഹെറിറ്റേജ് വില്ലേജിലേക്ക്. ഇതാണ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. ഈ കാണുന്നത് മൊത്തം ഓരോ ട്രൈബിൻ്റെ ഹട്ടുകളും പല പല ഫുഡ് സ്റ്റോളുകളും ഒക്കെയാണ്. ട്രൈബിൻ്റെ ഫുഡ് സ്റ്റോൾസ് ആട്ടോ ഇത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മാല ചിലങ്ക മണിയൊക്കെ ഉള്ളത് ഇത് ഇവിടുത്തെ തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയാണ്. ഇന്നലത്തെ പർച്ചേസിൽ വാങ്ങിയതാണ് കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ്. അങ്ങനെ ഇവിടുത്തെ ഓരോ ട്രൈബിൻ്റെ ഹട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചേക്കുന്ന ഇവിടുത്തെ ട്രൈബിൻ്റെ ഒരു കുന്തം. അതേ കുന്തം തന്നെ അവരൊരു വലിയ കൊടിമരത്തിൻ്റെ സൈസിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം ഞാൻ അടുത്ത് നിൽക്കുന്നത്. ഇവിടുത്തെ ഓരോ ട്രൈബ്സിൻ്റെയും വെപ്പൺസ് അവർ ഇതേപോലെ കളർഫുള്ളായിട്ട് അലങ്കരിച്ചാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ കോസ്റ്റ്യൂംസ് പോലെ നല്ല വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ആയിട്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഈ കുട്ടിയെ കാണുന്നത്. മഞ്ഞ എന്നാണ് പേര്. അവരുടെ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്ത് ഹട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നു അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസിൽ. ഞാൻ ആളുടെ അടുത്ത് പോയിരുന്ന് കുറേ സംസാരിച്ചു. അപ്പോൾ ആളാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തന്നത്. ലൈക്ക് ഇവിടെയുള്ള ഒത്തിരി പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ഇതേപോലെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അവരവരുടെ ജോബൊക്കെ ലീവ് എടുത്തോ ക്ലാസ്സിൽ നിന്നൊക്കെ ലീവ് എടുത്തിട്ട് അവർ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോയ എടുത്ത ഫോട്ടോയാണിത്. ഇവിടെ കാണുന്ന ഓരോ ഹട്ടിൻ്റെ ഫ്രണ്ടിലും അവരുടെ ട്രഡീഷണൽ വെയേഴ്സ് ധരിച്ചുകൊണ്ട് ഒരാണും പെണ്ണും ഉണ്ടാവും. അവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം, അവരുടെ കൂടെ ടൈം എൻഗേജ് ചെയ്യാം, ആ ഹട്ടും അവരുടെ ഏരിയാസും കവർ ചെയ്യാം. ഇവരുടെ എല്ലാ ഹട്ടിലും അവരവരുടെ കൾച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. വെപ്പൺസ് ആയാലും ആ കാണുന്ന ലോക്ക് ഡ്രം ആയാലും എല്ലാം. ലോക്ക് ഡ്രം എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ട്രൈബ്സിൻ്റെയും ഫുഡ് കിട്ടുന്ന ഒരു കോമൺ പോയിന്റ് കണ്ടു. ഞങ്ങൾ പിന്നെ കുറച്ച് റൈസ് ബിയേഴ്സൊക്കെ ഓർഡർ ചെയ്ത് ഏകദേശം ഉച്ച സമയമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് റൈസ് ബിയേഴ്സ് എല്ലാവർക്കും ഓർഡർ ചെയ്തു. അതിൻ്റെ ഒപ്പം ഞങ്ങൾ കാര്യമായിട്ട് ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല. പകരം കോയ കൊണ്ടുവന്ന കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. ഞങ്ങൾ അതാണ് എല്ലാവരും കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലായത്. കാരണം ആ ത്രൂ ഔട്ട് ആ ഡേ ഫുൾ എനർജറ്റിക് ആയിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച ഫുഡ്. ബിസ്ക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്. ഇവിടേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് ഇതായി ഈ കാഴ്ചകളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലിരുന്ന് ടി വിയിലെ കാഴ്ചകൾ കണ്ട് ഫുഡ് കഴിക്കുന്നതിനേക്കാളും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്
ഇതുപോലത്തെ കാണാത്ത കാഴ്ചകളുടെയൊക്കെ നടുവിലിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെ അടുത്ത ഹട്ടിലേക്ക് മൂവ് ചെയ്തപ്പോൾ അവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ട്രൈബ്സിൻ്റെ ഒരുപാട് സുവനീർ ഐറ്റംസ് കണ്ടായിരുന്നു. പലതരത്തിലും സൈസിലുള്ള മുത്തുകൾ വെച്ചിട്ടുള്ള ജ്വല്ലറി ആയിരുന്നു ഇവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ ഒരുപാട് ഹാൻഡ് ചെയിൻസും റിങ്ങും ഉണ്ട്. എല്ലാം കണ്ട വാങ്ങാൻ തോന്നുമെങ്കിലും ഞാൻ ഇത് മാത്രമേ വാങ്ങിയുള്ളൂ, മുത്തുകൾ വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു റിങ്. ഗേൾസ് എല്ലാം പർച്ചേസിൽ ബിസി ആയപ്പോൾ ഒരാളെ സോൺ ഔട്ടായിട്ട് കയറിയിരിക്കുക. ഈ സംസാരിക്കുന്നത് ഇവൻ്റെ പരിചയക്കാരൊന്നുമില്ല കേട്ടോ. ഇവൻ്റെ മുടിയും ലുക്കും കാണുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് വന്ന് പരിചയപ്പെടും. ഇവൻ്റെ ഈ മുടി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് വാം വെൽക്കമിങ് കിട്ടാറുണ്ടായിരുന്നു. വലിയൊരു കുന്ന് പോലത്തെ ഏരിയ തട്ടായിട്ട് തിരിച്ച് ഓരോ തട്ടിലും ഓരോ ഹട്ട് പ്ലേസ് ചെയ്ത രീതിയിലാണല്ലോ ഇവിടെ വില്ലേജ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഒരു വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രൈബിൻ്റെ വില്ലേജിൽ നിന്ന് ഇറങ്ങി നടന്നത് അടുത്ത വില്ലേജിലേക്ക് എത്തിയ പോലത്തെ ആ ഒരു രീതിയിലാണ് മൊത്തം അറേഞ്ച്മെൻറ്റും ചെയ്തേക്കുന്നത്. ഇത് കച്ചാരി ട്രൈബിൻ്റെ ഒരു ഹട്ടാണ്. അവരുടെ ഒരു ഡോർമെട്രിയുടെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവരുടെ ട്രഡീഷണൽ വെയേഴ്സൊക്കെ ധരിച്ച് നിൽക്കുന്നത് കണ്ടാം. അങ്ങനെ ട്രൈബൽ വില്ലേജിൻ്റെ ഏരിയ എല്ലാം ഞങ്ങൾ കവർ ചെയ്ത് നേരെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ മൊത്തം ഹെറിറ്റേജ് വില്ലേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഇറങ്ങി ഫ്രണ്ടിലേക്ക് വരികയാണ്. അവിടെ ഒരു പള്ളി കണ്ടപ്പോൾ അവിടെ പോയി കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതാണ് ഞാൻ. ഇപ്പോൾ കാണുമ്പോൾ ഇതൊരു 6 മണിയായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇതൊരു 3 മണിയേ ആയിട്ടുള്ളൂ. അങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ കുറേ ക്യൂട്ട് കുട്ടികളെ കണ്ടു. എൻ്റെ ഗാലറി എവിടെ പോയി കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിറച്ച് ചെറിയ ക്യൂട്ട് ബേബീസിൻ്റെ ഫോട്ടോസ് ആയിരിക്കും. നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി അല്ലേ. അങ്ങനെ കറങ്ങി മെയിൻ അറീനയുടെ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ ഒരുപാട് ട്രൈബ്സും ആൾക്കാരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഇവൻറ്റ്സ് കാണാൻ വേണ്ടി. കുറച്ച് നേരം അതൊക്കെ കണ്ട് ട്രൈബ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ച് പിടിച്ചു. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കൊഹിമ സിറ്റിയാണ്. കൊഹിമ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറേ ട്രൈബൽ ലേഡീസ് പാസ് ചെയ്യുന്ന കണ്ടായിരുന്നു. അതിൽ എല്ലാവരും ഒരേപോലെ ഒരു റെഡ് പൊട്ട് തൊട്ടപ്പോൾ അമ്മുവിന് ഈ പൊട്ട് തൊടണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അത് കേട്ടപ്പോൾ ഈ ചേച്ചി അവരുടെ കയ്യിലിരിക്കുന്നൊരു പൊട്ടെടുത്ത് അമ്മുവിന് തൊട്ട് കൊടുത്തു. അതൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ പിന്നെ അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കുറേ ട്രൈബ്സ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തു. ഇവിടെ ഏത് ട്രൈബ്സ് ഇതേപോലെ ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്താലും അവരിതേപോലെ പ്രത്യേക സൗണ്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ കൊഹിമ സിറ്റിയിലേക്ക് ഞങ്ങൾ അന്തസ്സായിട്ട് ഹിച്ച് ഹൈക്കിങ് ചെയ്താണ് ഇത്തവണ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് പറ്റിയൊരു വണ്ടി നോക്കിയാണ് ഞങ്ങളീ നടക്കുന്നത്. അതായത് വഴി കാണുന്ന ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കൊഞ്ചം ലിഫ്റ്റ് തരുമോ എന്നൊക്കെ ചോദിച്ച് അവരുടെ കൂടെ കയറി പോകുന്ന പ്രക്രിയയാണ് ഈ ഹിച്ച് ഹൈക്കിങ്. അങ്ങനെ ഞങ്ങൾ ഹിച്ച് ഹൈക്കിങ് ചെയ്ത് കൊഹിമ സിറ്റിയിലെത്തി. ചെന്നതും അവിടുത്തെ സ്ട്രീറ്റ് ഫുഡിലേക്കാണ് ആദ്യം ഞങ്ങളുടെ കണ്ണുപോയത്. ഒരുപാട് കവറുകളിലായിട്ട് പല അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഫുഡ് ഐറ്റം. അങ്ങനെ ഞങ്ങൾ കുറച്ച് മോമോസ് ഓർഡർ ചെയ്തു. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ആദ്യത്തെ എൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇറച്ചിയാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കും. ചിക്കനാണോ മട്ടനാണോ ബീഫാണോ എന്ന് എൻഷുർ ചെയ്ത് 2-3 വട്ടം ചോദിച്ചിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ. കാരണം അതിന് മാത്രം ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നാഗാലാൻഡിൽ പട്ടിയിറച്ചി കിട്ടുമെന്ന് തിന്നരുതെന്ന്. അങ്ങനെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നാഗാലാൻഡ് വെച്ച് കണ്ടുമുട്ടി ഞങ്ങൾ ഒന്നിച്ചത് ഒരേ പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. എന്ത് ചെറുതല്ലേ നമ്മുടെ ലോകം. ദേ വീണ്ടും കങ്കാരുക്കുട്ടികൾ. ഇവിടുത്തെ അമ്മമാർ അവരുടെ കുട്ടികളെ കങ്കാരു പോലെ ദേഹത്ത് ഇതേപോലെ കെട്ടിവെച്ചാൽ നടക്കുന്നത്. കോമഡിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ലേഡി വന്നിരിക്കും, പുറത്ത് വലിയ മാറാപ്പൊക്കെ തൂക്കിയിട്ടുണ്ടാവും. നമ്മൾ കാഷ്വലി നിൽക്കുന്ന സമയത്തായിരിക്കും അതിൽ നിന്നൊരു തല ഇങ്ങനെ പുറത്തോട്ടിരുന്നത്. അങ്ങനെ കൊഹിമ സിറ്റിയൊക്കെ കറങ്ങി ഷോപ്പിംഗ് ചെയ്തു, ഫുഡൊക്കെ അടിച്ചു. പിന്നെ വീട്ടിലേക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കുറേ ഡ്രസ്സും മഫ്ലേഴ്സൊക്കെ വാങ്ങി. നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും, 39 റുപ്പീസിനൊക്കെ. കൊഹിമ സിറ്റിയിൽ നിന്ന് ഞങ്ങളൊരു ടാക്സി പിടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ആ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ സൈറ്റിലേക്ക് എത്താൻ എത്ര മണിക്കൂർ ആ ബ്ലോക്കിൽ കിടന്നെന്നറിയോ. അതിൻ്റെ അമർഷമാണ് വിജു ആ വണ്ടിയിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ബാരിയിൽ ഞങ്ങൾക്ക് തറവാട് പോലെയായിരുന്നു. എവിടെ തിരിഞ്ഞിട്ടായാലും അവസാനം ഈ സ്റ്റോളിൽ, ഈ ബാരിയലിൻ്റെ സ്റ്റോളിലോ ക്യാമ്പ് സൈറ്റിലോ ചെല്ലുമ്പോൾ വീട്ടിൽ കയറി ചെന്ന പോലത്തെ ഒരു ഫീലാണ്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവിടെയുള്ള ആൾക്കാർക്ക്. ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഏരിയയിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരേ ഒരു സ്റ്റോളും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് എവിടെയൊക്കെ പോയാലും അവസാനം ഇവിടെ വരും. ഇതൊരു സോയാ പിക്കിളായിരുന്നു. നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റുമായിരുന്നു. അന്നത്തെ നൈറ്റ് ഓർഡർ ചെയ്തത് റൈസ് ബിയർ, ചോറ്, പിന്നെ ഓർഡർ ചെയ്തത് ചിക്കനും പോർക്കും ഈ കാണുന്ന നഗമീസ് ഫുഡ്. അങ്കാമി ട്രൈബിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഷാണിത്. ഗാൽഹോ എന്നാണ് ഇതിൻ്റെ പേര്. ചേനയുടെ ഇല, ഇഞ്ചിയുടെ ഇല, അങ്ങനെ പലതരത്തിലുള്ള ഇലകളിട്ട് ഒരു പൊറിച്ച് പോലത്തെ ഒരു ഐറ്റം. നല്ല ടേസ്റ്റായിരുന്നു.
ഇരിക്കട മുമ്പിലേക്ക് കടന്നു വരുന്നു. രേഷ്മ യൂട്യൂബർ രേഷ്മ യൂട്യൂബർ ഫുഡ് കഴിച്ച് പോകുന്ന വഴിയുള്ള പട്ടച്ചാരായം ഒഴിച്ച് കൊട്ടാരം നാറ്റിക്കൽ ചടങ്ങാണിത്. രേഷ്മ യൂട്യൂബർ ഇവന്മാരുടെ വിളിച്ചുപോലെ കേട്ട് ആ ബ്ലോക്കിൽ കിടന്ന ടാക്സിയിലുള്ളവരൊക്കെ എൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 8:30-9 മണിയായപ്പോഴേക്കും ഞങ്ങളിതാ തിരിച്ച് അരീനയിലേക്ക് എത്തി. അവിടെ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് നടക്കുകയായിരുന്നു. ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ എല്ലാ വൈകുന്നേരങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഓൾമോസ്റ്റ് എപ്പോഴും മ്യൂസിക്കൽ നൈറ്റ്സ് ആയിരിക്കും രാത്രി വരെ. അവിടെ എല്ലാവരും ചെന്ന് ഇതേപോലെ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്ത് രാത്രി വരെ അവിടെ ചില്ല് ചെയ്തിങ്ങനെ നടക്കും. അതാണ് അവിടുത്തെ പരിപാടി. ഓരോ ഈവനിങ്ങും ഓരോ മ്യൂസിക്കൽ ബാൻഡായിരിക്കും. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 മ്യൂസിക്കൽ ബാൻഡ്സ് ഉണ്ടാവും. അവരിങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സോങ്സ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അന്നത്തെ ആ മ്യൂസിക്കൽ നൈറ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി വീഡിയോസൊക്കെ എടുത്ത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. മ്യൂസിക്കൽ നൈറ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ജസ്റ്റ് ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ദായി കാണുന്ന 3 നാഗാലാൻഡ് ലേഡീസ് ഞങ്ങളുടെ അടുത്ത് വന്ന് പരിചയപ്പെട്ടത്. ഞങ്ങൾ മല്ലൂസ് അല്ലേന്ന് ചോദിച്ചിട്ട് ഒരാൾ പറഞ്ഞതാണ് അവർ ഓണം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്ന് പറഞ്ഞ മലയാളം സോങ്ങിന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പാട്ട് ഞങ്ങളുടെ മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഒരു സർക്കിൾ ഫോം ചെയ്ത് ആ പാട്ട് ഫുൾ ഞങ്ങൾ ഡാൻസ് കളിച്ച് കുറച്ച് നേരം. നല്ലൊരു മെമ്മറബിൾ മൊമെൻ്റ് ആയതുകൊണ്ട് ഞങ്ങളൊരു ഫോട്ടോ ഇതുപോലെ അങ്ങ് എടുത്തു വെച്ചു. അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബാരിയൽ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി. അവിടെ അതിനേക്കാളും വൈബായിരുന്നു. അവിടെ ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടി ഗിറ്റാറൊക്കെ വായിച്ച് മൊത്തം നല്ല ഓളം. ഞങ്ങൾ ക്യാമ്പ് ഫയറിൽ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. ഇന്നത്തെ രാത്രി അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 11 ഡിഗ്രിയാണ്. തണുത്ത് ചാകുന്ന അവസ്ഥ. അങ്ങനെ ടെൻറ്റിലേക്ക് കിടക്കാൻ പോയപ്പോഴാണ് രാവിലെ സിറ്റി വ്യൂ കണ്ട ഏരിയയിൽ കുറേ മിന്നുന്ന കണ്ടത്. നോക്കിയപ്പോൾ ആ ഏരിയയിലെ ലൈറ്റ്സ് മൊത്തം വന്നിട്ട് ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി. കുറേ നേരം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് ഇനിയുള്ളത്. അങ്ങനെ ആസ് യൂഷ്വൽ ഞങ്ങൾ ബാരിയൽ ക്യാമ്പ് സൈറ്റിൽ നിന്ന് റെഡിയായി പിറ്റേ ദിവസം രാവിലെ ഇവൻറ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പ് സ്പ്ലിറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, മെയിലൊക്കെ അയക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇവൻറ്റ് നടക്കുന്ന അരീനയിലിരുന്ന് എൻ്റെ വർക്ക് തീരുന്നവരെ ആ പ്രോഗ്രാംസും കണ്ട് വർക്കും ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളവരായിട്ട് ജോയിൻ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അരീനയിൽ ട്രൈബ്സിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഓരോ ട്രൈബ്സും വന്നിട്ട് അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിന്ന് വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ക്യാമറ ഈ ഒരു സാധനത്തിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ആയിപ്പോയി. പഞ്ഞിക്കൂട് പോലൊരു സാധനം. ആ കൊച്ചായിരുന്നു അടങ്ങിയിരിക്കാതെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മളുടെ കണ്ണ് അതിലേക്ക് തന്നെ ഉടക്കിപ്പോവും. അതിൻ്റെ അച്ഛനാട്ടോ കൂടെ ഇരിക്കുന്നത്. അതിൻ്റെ അമ്മ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ പുറകിലുള്ള ഓഡിയൻസിനെ കണ്ടിട്ട് അവരെ നോക്കി ചിരിക്കുകയാണ് ആൾ. ഞാൻ കുറേ നേരം ഇതിനെ തന്നെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കാൻ തുടങ്ങി. കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ശരിക്കും ലീവ് എടുത്തിട്ട് തന്നെയാണ് നാഗാലാൻഡ് വന്നത്. പക്ഷേ എൻ്റെ വർക്കിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഏത് സമയത്തും അർജൻറ്റായിട്ട് എന്തെങ്കിലും മെയിൽ വന്നാൽ എനിക്ക് റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. ഇതുപോലൊരു സ്ഥലത്ത് ലൈഫിൽ ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം ലാപ്ടോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളും ഞാൻ മനസ്സുകൊണ്ട് പ്രാഗിപ്പോയൊരവസരം എന്ന് പറഞ്ഞത് വെളുപ്പിന് 3 മണിക്ക് ട്രാവലൊക്കെ ചെയ്ത് വന്ന് ക്ഷീണിച്ച് തണുത്ത് വിറച്ച് ടെൻറ്റിൽ കിടക്കുന്ന സമയത്ത് കൈവിരൽ വരെ പൊതിഞ്ഞ് മൂടിയാൽ കിടക്കുന്ന അത്രയ്ക്ക് തണുപ്പാണ്. ആ സമയത്തൊക്കെ എനിക്ക് ക്യാപ്റ്റൻ്റെ കോള് വന്ന് കുത്തിയിരുന്ന് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു സോളോ ട്രിപ്പ് പോകുവാണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളൊരു ജോബ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ പോവുള്ളൂ, അങ്ങനെയുള്ളൊരു കമ്പനിയിലിരിക്കുമ്പോൾ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് ഞാൻ എന്നോട് ഒന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വെറുത്തുപോയി ഈ ഒരു ട്രാവലിൽ കൂടെ വർക്ക് ബാലൻസ് ചെയ്യേണ്ടി വന്നപ്പോൾ.
ബാക്കിയുള്ളവർ ട്രാവലീസിനെസ് നോക്കി ഏറ്റവും ലൈറ്റ്ലി പാക്കായിട്ടുള്ള സാധനങ്ങളും കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഡെയിലി എൻ്റെ ലാപ്ടോപ്പും ചാർജറും ഒക്കെ തോളത്തിട്ട് നടന്ന് എൻ്റെ പുറത്തുതന്നെ ലാപ്ടോപ്പിൻ്റെ ഷേപ്പ് വന്നോ എന്ന് പോലും എനിക്ക് ഡൗട്ടായി. അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു എൻ്റെ ബാഗിന്. പിന്നെ ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ആ മൂവി തന്നെയാണ് നീലാകാശം പച്ചക്കടൽ. അതിലിതേപോലെ ഒരുപാട് ട്രൈബ്സ് ഇങ്ങനെ സ്റ്റെപ്പിൽ നിരന്നിരിക്കുന്ന ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ ഇതാ കണ്ടുകൊണ്ടിരിക്കുക. എന്താ സന്തോഷം. അങ്ങനെ കുറച്ച് നേരം പ്രോഗ്രാംസൊക്കെ കണ്ട് അവിടെ നിന്ന് നടന്ന് മൂവ് ചെയ്ത സമയത്ത് ഒരാൾ അവിടെ നിന്ന് കുത്തിയിരുന്ന് പടം വരയ്ക്കുന്നത് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ നല്ല സ്കെച്ചസ് ഓരോ ട്രൈബ്സിനെയും വരയ്ക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള ആളായിരുന്നു, ശ്രീഹരി എന്നായിരുന്നു പേര്. ആളുടെ സ്കെച്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് പരിചയപ്പെട്ടിട്ട് പോകുന്നു. പിന്നെ തൊട്ടടുത്ത് ഈ ട്രൈബ്സിൻ്റെ എല്ലാവരുടെയും ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഐറ്റംസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സ്റ്റോളിലും കൂടെ കയറി ചുമ്മാ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തു. അവർ സ്റ്റിൽ ഹെറിറ്റേജ് ഏരിയയിലുള്ള ബാക്കിയുള്ള ഹട്ടുകൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇത് പോച്ചൂരി ട്രൈബിൻ്റെ ഹട്ടാണ്. അവരുടെ കിച്ചൺ ഏരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാ ഐറ്റംസും ധാന്യങ്ങളുടെ ഇല എല്ലാം ഇതേപോലെ ഹാങ് ചെയ്തിട്ട് വയ്ക്കുക. താഴെ ഇങ്ങനെ തീ കൂട്ടിയിട്ടൊക്കെയാണ് അവർ ഫുഡ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ട്രൈബിൻ്റെ ഹട്ടൊക്കെ കണ്ടിട്ട് പിന്നെ ആ ഏരിയ ഒക്കെ കവർ ചെയ്ത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. എല്ലാ ട്രൈബിൻ്റെ ഹട്ടിൻ്റെ ഫ്രണ്ടിലും അവരുടെ ആ ഒരു ഹിസ്റ്ററിയും ആ ഒരു ട്രൈബിനെ കുറിച്ചുള്ള കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് ആ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ അറീനയിലെ സൈഡിലുള്ളൊരു വലിയ മരമാണ്. ഈ മരത്തിൽ മൊത്തം ഹോൺബിൽ അഥവാ വേഴാമ്പലിൻ്റെ സ്റ്റാച്യൂസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രാത്രി കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ പോലീസിൻ്റെ ഒരു ഹബ്ബ് ഉണ്ടാവും. അതുകൊണ്ട് ഹൈ സെക്യൂരിറ്റിയാണ്. നമുക്ക് ഒരു കാര്യത്തിലും ഒരു കൺഫ്യൂഷനോ ടെൻഷനോ ഒന്നും വേണ്ട. എവിടെ തിരിഞ്ഞാലും പോലീസ് തോക്കൊക്കെ ഇട്ടിപ്പുണ്ടാവും. അവിടെ പുറത്തായിട്ട് ഇതേപോലെ ഹോൾ കിസാമ വില്ലേജിൻ്റെ ഒരു മാപ്പ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ടോട്ടൽ സംഭവം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ദാ ഈ ഒരു ഫ്ലക്സ് കണ്ടിട്ട് ഇമാജി സ്റ്റേജിലേക്കാണ്. ഇമാജിൻ ലാൻഡ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ലൈവ് മ്യൂസിക്കും ഫുഡ് ഫെസ്റ്റിവൽസും അങ്ങനെ കുറേ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഫ്ലക്സ് കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ബാരിയലിൻ്റെ ഫുഡ് സ്റ്റോളിൻ്റെ താഴെ കൂടെ ആയപ്പോൾ ഞങ്ങൾ അവർക്ക് സലാം കൊടുത്ത് പോകുന്നതാണ് ഈ കാണുന്നത്. അവർ വിചാരിക്കേണ്ടത് ഇവിടെ തിരിഞ്ഞാൽ ഇതുങ്ങളെ തന്നെയാണല്ലോ കാണുന്നത്. അത് ഓടിത്തിരിക്കുന്നു. ഇതാണ് മേധ, കൂട്ടത്തിൽ മലയാളി അല്ലാത്ത ഒരാൾ. അതുകൊണ്ട് തന്നെ ഈ മലയാളീസ് പറയുന്ന പല കാര്യങ്ങളും പുള്ളിക്കാർക്ക് ക്ലിക്കാവാറില്ലായിരുന്നു. അതിനുള്ള പണിയൊക്കെ എനിക്ക് പിന്നീട് തന്നായിരുന്നു കേട്ടോ. കൊടുക്കേണ്ടത് ആക്ച്വലി വിജുവിനായിരുന്നെങ്കിലും റിവെഞ്ച് കിട്ടിയത് എനിക്കായിരുന്നു. കൂട്ടത്തിൽ ഗേൾസിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആൾ അമ്മുവായിരുന്നു. അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ടിരിക്കും കോമഡി ആക്കാനായിട്ട്. ഇതാണ് ഇമാജിൻ ലാൻഡിൻ്റെ എൻട്രൻസ്. കയറി ചെല്ലുമ്പോൾ തന്നെ മറ്റേ നമ്മളൊരു ഫെയറി ലാൻഡിലെത്തിയ പോലെ മൊത്തം കളേഴ്സ്, ക്രാഫ്റ്റ് വർക്ക് ചെയ്ത സാധനങ്ങൾ, പൂക്കൾ, മഷ്റൂംസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു അഡൾട്ട്സ് കിൻഡർ ഗാർഡനിൽ എത്തിയ പോലത്തെ ഒരു എഫക്റ്റായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട്. ഇവിടെ കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു, ഫുഡ് സ്റ്റോൾ ഇട്ടിട്ടും അല്ലാതെ ചിൽഡ്രൻസിൻ്റെ പ്ലേ ഏരിയ ആയിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഞങ്ങളിങ്ങനെ ഓരോ സംഭവങ്ങളും അലിഞ്ഞിരിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം എൻ്റെ കണ്ണിലടക്കിയത്. എനിക്ക് കാറ്റത്ത് ഈ ഡ്രീം ക്യാച്ചറൊക്കെ കളർഫുള്ളായിട്ട് കിടന്ന് ആടുന്ന പോലത്തെ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ആ സംഭവങ്ങളും ഡെക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നോക്കി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് ആ റെസ്റ്റോറൻറ്റിൽ കയറി. ഇതുവരെ നമ്മൾ ഫുഡ് സ്റ്റോൾസിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കനോപ്പി ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല എസ്തറ്റിക് ആയതുകൊണ്ട് നമ്മളൊരു വെറൈറ്റി ഐറ്റം പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ നിന്ന് കഴിച്ച നൂഡിൽസാണ് എനിക്ക് അവിടെ ചെന്നിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയൊരു സംഭവം. ബാക്കിയുള്ളവരൊക്കെ ഐസ്ക്രീംസൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൂഡിൽസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നന്നായിട്ട് കഴിച്ചു. അവിടെ വന്നിട്ട് കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡ് നമ്മൾ ബാരിയലിൻ്റെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് കഴിക്കുന്നതും അല്ലാത്ത സ്ട്രീറ്റ് ഫുഡ്സൊക്കെയാണ്. പക്ഷേ ഈ ഒരു നൂഡിൽസ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തിയൊക്കെ തോന്നി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
എൻ്റെ ഈ കാണുന്ന ഫോട്ടോസ് മൊത്തം എടുത്തത് അമ്മുവാണ്. ഞാനിങ്ങനെ ഫോട്ടോ ഫേസ് ഉള്ള ആളൊന്നുമല്ല, പക്ഷെ എടുക്കുന്ന ആൾ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസ് എല്ലാം കിട്ടാറുണ്ട്. ഇറ്റ് വാസ് ബിറ്റ് ഓഫ് എ ഫെയർവെൽ ടൈം പോലെയായിരുന്നു. കാരണം കോയ അമ്മു അവർക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഡേ ആണ്. അതുകൊണ്ട് എല്ലാവരും പല സ്ഥലത്തുനിന്ന് പല പ്ലാനായിട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവരുടെയും റിട്ടേൺ ഡേറ്റ് സെയിം ആയിരുന്നില്ല. അവരാദ്യമേ പോവുകയാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ദിസ് വാസ് ദ ലാസ്റ്റ് ഫോട്ടോ വി ടുക്ക്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര പെട്ടെന്നൊരു ഗ്രാഫ് അങ്ങോട്ട് പെട്ടെന്ന് താഴേക്ക് പോയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇമോഷണലി. ഞങ്ങളെല്ലാവരും ഡൗൺ ആയിപ്പോയി ഇവർ പോയപ്പോൾ. കാരണം ടുവേർഡ്സ് ദിസ് മൊമെൻറ്റ് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു കോയ അമ്മുമായിട്ട്. അപ്പോൾ പെട്ടെന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ടഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് പെട്ടെന്ന് സൈലൻ്റ് ആയ പോലെ. പിന്നെ ഞാൻ വിജു മേധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണം, പ്ലാനൊന്നുമില്ല. ഫീൽസ് ലൈക്ക് മാജിക് അല്ലേ? കാരണം വന്നത് പല പല സ്ഥലത്തുനിന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നു, ഇടയ്ക്ക് വെച്ച് വിജുവിനെ കിട്ടി. അത് കഴിഞ്ഞ് വിജു വഴി മേധേനെ പരിചയപ്പെട്ടു, മേധ വഴി കോയ അമ്മു എന്ന് പറഞ്ഞ ഗ്യാങ്ങിനെ പരിചയപ്പെട്ടു. അങ്ങനെ പല പല പ്ലാനായിട്ട് വന്ന ആൾക്കാരെല്ലാം ഇവിടെ ഒത്തുചേർന്ന് ഫ്രണ്ട്സായി ചേർന്നിട്ട് ഇപ്പോൾ അതിൽ ഓരോരുത്തർ പോകുമ്പോൾ ഭയങ്കര ഫീലാണ് നമുക്ക്. എന്താ പറയുക, മുമ്പോട്ടുള്ളതെല്ലാം ബ്ലാങ്കായി പോയ പോലത്തെ ഒരു ഇനേർട്ട് ഫീൽ. അവരെ യാത്ര അയച്ചിട്ട് ഞങ്ങൾ പിന്നെ കയറി ചെന്നത് സെക്കൻഡ് വേൾഡ് വാർ മ്യൂസിയം കാണാനായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മ്യൂസിയത്തിൻ്റെ ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് തൊട്ടടുത്തുള്ള എക്സിബിഷൻ സ്റ്റാളിൽ ഒരുപാട് സ്റ്റാച്യൂസും ട്രൈബ്സിൻ്റെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് അരീനയിലേക്ക് പോവുകയാണ്. നൈറ്റ് മ്യൂസിക് ഷോ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട്. പകൽ കണ്ട ഏരിയയേ അല്ല, പകൽ ഈ വഴിയാണ് നടന്നിറങ്ങിപ്പോയത്. പക്ഷേ രാത്രിയാകുമ്പോൾ ഈ ഏരിയ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ലുക്കാവും. എല്ലാ എല്ലാ ട്രീസിലും എല്ലായിടത്തും ഈ വാം ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ ഭയങ്കര ഒരു എസ്തറ്റിക് ഫീലാണ്. ഇന്നത്തെ മ്യൂസിക്കൽ നൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനെയും റെപ്രസെൻ്റ് ചെയ്ത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളതോ ഫേമസ് ആയിട്ടുള്ളതോ ആൾക്കാർ വന്ന് ഇവിടെ പാട്ടുകൾ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ആളാണ് ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഞാനൊരു മലയാളിയാണെങ്കിലും ആസ് എ ട്രൈബൽ സോങ് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തു എന്ന് എനിക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നിയായിരുന്നു. വലിയ ക്യാച്ചി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിന് ഈ പാട്ടിന് എന്തെങ്കിലും കാര്യമായിട്ട് അർത്ഥമുണ്ടോ? കാരണം ട്രൈബൽ സോങ്സ് ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ എന്തോരം വെറൈറ്റി ട്രൈബൽ സോങ്സ് ഉണ്ട്. വൈ ദിസ് എന്നെനിക്ക് തോന്നി. എന്തായാലും ആസ് എ മലയാളി മലയാളം സോങ് അവിടെ കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയെങ്കിലും പേഴ്സണലി എനിക്കിവിടെ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഡാക്കിനെ റെപ്രസെൻ്റ് ചെയ്തു വന്ന് ഈ പാട്ടാണ്. എൻ്റെ മോനെ പിടിച്ചിരുത്തുക എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ആൾക്കാരങ്ങനെ പിടിച്ചെടുത്തു. അതിൻ്റെ താളവും അതിൻ്റെ പാട്ടും എന്താ പാടുന്ന അർത്ഥം എന്താ എന്നൊന്നും അറിയില്ല. അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഒരു അർത്ഥമുണ്ട്. അതായത് നമ്മളുടെ ഈ ഭൂമി, ആകാശം, നക്ഷത്രങ്ങൾ എല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, അത് ആരുടെയും സ്വന്തമല്ല എന്നുള്ളൊരു തീമിലാണ് ഈ പാട്ടെന്നാണ് അവർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. സംഭവം വേറെ ലെവലാണ്. അവർ ആ സ്റ്റേജ് കത്തിച്ച പോലെ എനിക്ക് തോന്നിയത്. ഓരോ രോമം കേൾക്കുന്നവൻ്റെ എണീറ്റിരുന്ന് തുള്ളും. അമ്മാതിരി തീപ്പൊരി ഐറ്റം. നമ്മുടെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ ടെറിട്ടറീസിലെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ആ സ്റ്റേജിൽ മൊത്തം നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ട്രൈബൽ സോങ്സ് പാടാൻ വന്നവർ. ഈ ലഡാക്കുകാരുടെ സോങ്ങിൽ എനിക്കൊരു ഫേവറേറ്റ് പോർഷൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. അതായത് ആ പാടുന്ന ആളിടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം ആ ഒരു ഇൻസ്ട്രുമെൻ്റ്, അവരുടെ ഒരു ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആളുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ് മാത്രമായിട്ട് പ്ലേ ചെയ്യും. അയ്യോ, എന്ത് രസമാണെന്ന് പറയുക ഏരിയ കേൾക്കാൻ. അങ്ങനെ പാട്ട് എൻജോയ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മറന്നുപോയി. എൻ്റെ കൈയും കാലൊക്കെ മരവിച്ച് പോയത്. ഒരേ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശീല പോലെ അങ്ങ് തണുത്തുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാൻ നിർത്തി. ഇവിടെ വാഷ്റൂം യൂസ് ചെയ്യണതിന് 10 rupees ആട്ടോ. തുടക്കത്തിലൊക്കെ ഞാൻ വളരെ നീറ്റായിരുന്നു. പോകുന്ന ഓരോ സമയത്തും ഞാൻ 10 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ആയിപ്പോയി. ചിലപ്പോഴൊന്നും ഞാൻ കൊടുക്കാറില്ല. ഒന്നാമതേ തണുപ്പ്, ഏത് നേരം വാഷ്റൂം പോകാൻ തോന്നും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ 10 രൂപ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചിലവിന് ഞാൻ എവിടെ പോകും? അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ അടുത്ത എൻ്റെ ട്രിക്ക് ചെയ്തു. തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഫുഡ് കഴിക്കുക. നല്ല ചൂടുള്ളൊരു കട്ടനും അല്ലെങ്കിൽ ഒരു കോഫിയും എന്തെങ്കിലും ഒരു ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ
ബോഡി നല്ലോണം ഫുഡ് കഴിക്കുമ്പോൾ ഹീറ്റ് ആവുമല്ലോ, ആ ഒരു ഹീറ്റിൽ എനിക്ക് കുറേ നേരം സർവൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്ന മാഗിക്ക് എവിടെയും കിട്ടാത്ത സ്വാദാണ് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അതെന്ത് മാജിക്കാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി മാഗിയൊക്കെ കഴിച്ച് ബോഡിയൊക്കെ ഹീറ്റാക്കിയിട്ട് ഞാൻ തിരിച്ചറിയണയിൽ വന്നിരുന്നു മേധയുടെയും വിജുവിൻ്റെയും ഒപ്പം. അപ്പോൾ അടുത്ത ബാൻഡിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ അതും ഫുൾ കണ്ടു. ഇന്നത്തെയും പരിപാടി ഫുൾ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ സ്ഥിരം ഫുഡ് കഴിക്കുന്നത് നമ്മളുടെ ബാരിയലിൻ്റെ ഫുഡ് സ്റ്റോളിൽ നിന്നാണ്. അതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ള മേധ പുള്ളിക്കാരി പ്യോർ വെജാണ്. അതുകൊണ്ട് ആൾക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന നമ്മളുടെ ബാരിയൽ ക്യാമ്പ് സൈറ്റിൻ്റെ ഫുഡ് സ്റ്റോളിൽ തന്നെയാണ് സ്ഥിരം പോകാറുള്ളത്. അവിടുത്തെ ഷെഫായ ഞങ്ങളുടെ അമിത് ഭയ്യ ഞങ്ങൾക്ക് നല്ല നെയ്യിൽ കുഴച്ച ഉരുളക്കിഴങ്ങും ചൂട് ചോറും ദാൽ കറിയൊക്കെ തരും. അപ്പോൾ അതോർത്തിട്ടാണ് രാത്രി തണുപ്പ് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓടിപ്പോകുന്നത്. അവിടെ ചെന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലേക്ക്. അങ്ങനെ എല്ലാവരും പോകുന്നവരെ അവിടെ ഇരുന്നു. എല്ലാവരും പോയി കാലിയായ അരീനയുടെ ലുക്കാണിത്. ആ ദൂരെ ബാക്ക് സൈഡിൽ കാണുന്നത് കണ്ടോ, അതാണ് ഹോൺബിൽ ട്രീ. ഞാൻ പകല് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഫുൾ ഹോൺബിൽസിൻ്റെ സ്റ്റാച്യൂസ് നിറച്ച് വെച്ചിട്ടുള്ള ഒരു ട്രീ. അത് പക്ഷേ രാത്രി കാണാനാണ് ഏറ്റവും ഭംഗി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാരിയലിൻ്റെ ഫുഡ് സ്റ്റോളിൽ കയറി ചിക്കനും ദാൽ കറിയും കൂട്ടി നല്ല ചൂട് ചോറ് കഴിച്ചു. ഈ ബാരിയലിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ. അതായത് വെസ്റ്റ് ബംഗാൾക്കാരനായിട്ടുള്ള അമിത് എന്ന് പറഞ്ഞ ആൾ ബൈ പ്രൊഫഷൻ ആളൊരു ലോക്കോ പൈലറ്റാണ്. അങ്ങനെ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഇവിടെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വന്നപ്പോഴാണ് ഇവിടെ ഇന്ത്യൻസിന് വന്നാൽ കഴിക്കാൻ പറ്റിയ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒന്നുമില്ല, ആകെയുള്ളത് നാഗാലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ മാത്രം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ദാൽ പൊട്ടറ്റോ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ വിളമ്പിക്കൂടാ എന്ന ബിസിനസ് ഐഡിയ പുള്ളിയുടെ തലയിൽ ഉദിച്ചിട്ട് പുള്ളി ബാരിയൽ ടീമായിട്ട് കൊളാബ് ചെയ്തു. അങ്ങനെ എല്ലാ വർഷവും ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാകുമ്പോൾ ആൾ ലോക്കോ പൈലറ്റ് ലൈഫിൽ നിന്ന് ഒരു ലീവൊക്കെ എടുത്ത് ഇവിടെ ഷെഫായിട്ടങ്ങ് വരും. ഇതാണ് ഞങ്ങളുടെ ആ അമിത് ജി. ഒരു ഫോട്ടോ എടുക്കാൻ മര്യാദക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത ആളായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഈ മനുഷ്യൻ്റെ കൈപ്പുണ്യവും ബാരിയൽ ടീമിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഇതാണ് ഞങ്ങൾ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അങ്ങനെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ഫോട്ടോയിനെ കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എക്സിബിഷന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൊളുത്തിയൊരു ഫോട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? 1 Starry Night at സൂക്കു വാലി. ഈ സൂക്കു വാലി, ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ നാളെ പോവുകയാണ്. അവിടുത്തെ മാജിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.